ഹായ്, അസ്സലാമലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു അറബി കബ്സയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു അറബി കബ്സ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശരി, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചിക്കൻ കൊണ്ടാണ് ഞാനിവിടെ അറബി കബ്സ ഉണ്ടാക്കുന്നത്. 1 കിലോ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. കഴുകി വാരി സ്റ്റെയിൻ ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ നമുക്ക് ബസ്മതി റൈസ് വേണം. 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ സേല റൈസ് എന്ന് പറഞ്ഞൊരു റൈസ് ഉണ്ട്, അതും നമുക്ക് കബ്സയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. 2 കപ്പ് ഞാൻ കബ്സയ്ക്ക് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം സ്റ്റെയിൻ ചെയ്യാൻ വെക്കുക. പിന്നെ സവാള ഒരു വലുതെടുത്തിട്ടുണ്ട്, ചോപ്പ് ചെയ്ത്. പിന്നെ പച്ചമുളക് വേണം. 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി വേണം. ഈ 2 തക്കാളി നമുക്ക് ബോയിൽ ചെയ്യണം. ബോയിൽ ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ബസ്മതി റൈസ് 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് അരമണിക്കൂറോളം സോക്ക് ചെയ്യാൻ വേണ്ടി വെള്ളത്തിലിട്ടേക്കാണ്. അപ്പോൾ നമുക്ക് കബ്സയ്ക്ക് മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഒരു 10 ഏലക്കായ എടുക്കണം, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് എടുക്കണം, ഒരു 4 കഷ്ണം പട്ട എടുക്കണം, ഒരു 10 എണ്ണം ഗ്രാമ്പൂ എടുക്കണം. ഈ 4 ഹോൾ സ്പൈസസ് കൂടി നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കുക. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കബ്സയുടെ മസാല പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി ഡ്രൈ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി ഒരു കട്ടിയുള്ള കടായ അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഒരു കഷ്ണം പട്ടയും 4 ഏലക്കയും 5-6 കുരുമുളകും ഒരു 4-5 ഗ്രാമ്പുവുമാണ് ഇവിടെ ഇട്ട് കൊടുത്തേക്കുന്നത്. ഈ ഒലിവ് ഓയിലിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലയെന്ന് വെച്ച് വിഷമിക്കേണ്ട, സൺഫ്ലവർ ഓയിലായിട്ടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സവാള ഇട്ടതിന് ശേഷം സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി അതിനുശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ പച്ചമുളക് കീറി വച്ചേക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒരു 2-3 പീസായിട്ട് കീറി വയ്ക്കുക പച്ചമുളക് നീളത്തിൽ. അതുകൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മളുടെ ആവശ്യാനുസരണം ഉപ്പിടുക. ഇപ്പോൾ ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ പൊടിച്ചു വച്ചേക്കുന്ന മസാല ഉണ്ടല്ലോ, അത് ഫുൾ ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ കബ്സയുടെ മസാല. അപ്പം ഇതുകൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എരിവിനായിട്ട് നമ്മൾ വേറൊരു മസാലയും ഇല്ല. ഇതിലുള്ള പെപ്പറിൻ്റെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയും എരിവ് മാത്രമേ ഉള്ളൂ നമുക്കിവിടെ. ഇനി നമ്മൾ അരച്ചു വെച്ചേക്കുന്ന ടൊമാറ്റോ പ്യൂരി കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 2 ടൊമാറ്റോയുടെ പ്യൂരി ഇത്രയുമാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അതോടെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മളുടെ ചിക്കൻ കഴുകി വെച്ച് സ്റ്റെയിൻ ചെയ്യാൻ വെച്ചത് ഇട്ട് കൊടുക്കുക. ഓരോ പീസ് വീതം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ എല്ലാ പീസുകളും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കുക. ഈ ചിക്കനിലേക്ക് മസാലയും അതുപോലുള്ള ഈ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ എല്ലാ അതും ചിക്കനിലേക്ക് ഇരിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഡ്രൈ ലെമണാണ് ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ ഡ്രൈ ലെമൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഒരു ലെമണാണ്. പക്ഷേ ഇത് നന്നായിട്ടൊന്ന് വാടിയ ലെമണാണ് കേട്ടോ. ഇത് 2-3
സ്ഥലത്ത് ഇതുപോലെ ഒന്ന് കത്തി കൊണ്ട് കുത്തി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആ ലെമണിൻ്റെ എല്ലാം കയറിപ്പിടിച്ചോളും. അതിനുശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും മൂടി തുറക്കുക. ഒന്നുകൂടി വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കണം. ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. എനിക്കിപ്പോൾ ആവശ്യമുണ്ടായിരുന്നു ഉപ്പ്, ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കുക. അപ്പം ഒന്ന് തിളക്കാറായിട്ടുണ്ട്, ചൂടായി ഒന്ന് തിളക്കാറായിട്ടുണ്ട്, ഒന്ന് ഇപ്പോഴത്തെ പോലെ വന്നിട്ടുണ്ട് എൻ്റെ ഇതിലേക്ക്. അപ്പോൾ നമ്മൾ സ്റ്റെയിൻ ചെയ്ത് വച്ചേക്കുന്ന റൈസ് കൂടി ഇട്ട് കൊടുക്കുക. നമ്മളുടെ ബാസ്മതി റൈസ് ഇട്ട് കൊടുക്കുക. ഇനി ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം മൂടി വെച്ചിട്ട് ചെറുതീയിൽ വെച്ച് വേവിച്ചെടുക്കുക. ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് നമ്മളുടെ കബ്സ റെഡിയാക്കും. അപ്പോൾ എൻ്റെ കബ്സ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയറും കമൻറ്റും ചെയ്യുക. ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളുടെ കബ്സയിലേക്ക് സവാള ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഒലിവ് ഓയിൽ തന്നെ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി സവാള ചോപ്പ് ചെയ്തത്, ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ബദാമും വേണം. ബദാം ഞാനിവിടെ എടുത്തിട്ടുണ്ട് കണ്ടോ. ഇത് സവാള റെഡി ആയിട്ടുണ്ട്, ബദാമും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബദാമിൻ്റെ തൊലി വേഗം കളയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സവാളയുടെ കൂടെ ബദാമും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്